നമസ്കാരം. അമേരിക്കയിലെ ജനപ്രിയ ഇൻഫ്ലുവൻസേഴ്സിന് വമ്പൻ ഓഫറുമായി എത്തിയിരിക്കുകയാണ് മെറ്റ. നിലവിലെ പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ $5000 വരെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്ന ടിക്ടോക്കേഴ്സിന് നൽകുന്നത്. ഓഫറിൽ എടുത്തു പറയുന്നില്ലെങ്കിലും നിലവിൽ അമേരിക്കയിൽ ടിക്ടോക്കിനുണ്ടായ അനിശ്ചിതത്വം നേട്ടമാക്കാനാണ് മെറ്റ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. US-ൽ 170 ദശലക്ഷം ടിക്ടോക്ക് ഉപയോക്താക്കളുണ്ട്. അവരിൽ പലരും തങ്ങളുടെ ഉപജീവനത്തിനായി വീഡിയോ ആപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ നിരോധനം പ്രാബല്യത്തിൽ വന്നാൽ ധാരാളം ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ബദൽ മാർഗങ്ങൾ തേടും. ബ്രേക്ക് ത്രൂ ബോണസ് പ്രോഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന പദ്ധതിയിലൂടെ ജനപ്രിയ സ്രഷ്ടാക്കൾക്ക് ആപ്പിലെ ആദ്യത്തെ 90 ദിവസങ്ങളിൽ പണം നൽകുമെന്ന് മെറ്റ വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. 10 റീലുകളെങ്കിലും ഫേസ്ബുക്കിലും 10 റീലുകളെങ്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിരിക്കണം. ഈ വീഡിയോകൾ ഒറിജിനൽ ആയിരിക്കണം. അതുപോലെ തന്നെ മുമ്പ് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പങ്കിട്ടതാകാനും പാടില്ല. എന്നിരുന്നാലും എല്ലാവർക്കും പ്രോഗ്രാമിൽ ചേരാൻ കഴിയില്ല. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പൂർണ്ണമായും പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പണം ലഭ്യമാകൂ. കമ്പനി അതിന്റെ ബ്ലൂ ചെക്ക് വെരിഫിക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷൻ പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. US വിപണിയിൽ നിന്നുള്ള ഹ്രസ്വ വീഡിയോ ആപ്പ് പുറപ്പെടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 75 ദിവസത്തേക്ക് വൈകിപ്പിച്ചെങ്കിലും ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ടിക്ടോക്ക് ഇപ്പോഴും ലഭ്യമല്ല. നിരോധനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ടിക്ടോക്കിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. US-ലുള്ള ആപ്പിൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് ആപ്പ് അപ്രത്യക്ഷമായ എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. 170 മില്യൺ അമേരിക്കക്കാരാണ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്ടോക്ക് നിരോധിക്കുന്നതിനുള്ള നിയമം US-ൽ നടപ്പിലാക്കുകയായിരുന്നു. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ടിക്ടോക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്ന സന്ദേശം ഉപയോക്താക്കൾക്ക് കമ്പനി അയക്കുകയും ചെയ്തിരുന്നു. അധികാരമേറ്റാൽ ഉടൻ ടിക്ടോക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ശുഭസൂചനയായാണ് ഞങ്ങൾ കാണുന്നത്. അതുവരെ കാത്തിരിക്കുമെന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ടിക്ടോക്കിന് 90 ദിവസത്തേക്ക് കൂടി പ്രവർത്തനാനുമതി നൽകുന്നത് പരിഗണിക്കുകയാണെന്നായിരുന്നു ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. തീർത്തും ആവശ്യമായ കാര്യമായതിനാലാണ് ടിക്ടോക്കിന്റെ കാലാവധി നീട്ടുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നിലവിൽ US-ൽ എത്ര ഉപയോക്താക്കൾക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനെ കുറിച്ച് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ആപ്പിലും വെബ്സൈറ്റിലും പലർക്കും ലോഗിൻ സാധ്യമായിട്ടുമില്ല. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന്റെ അമേരിക്കൻ ബിസിനസ് എക്സ് ഉടമ ഇലോൺ മസ്ക് ഏറ്റെടുക്കാനുള്ള സാധ്യത വീണ്ടും തെളിഞ്ഞിരുന്നു. ടിക്ടോക്കിനെ വാങ്ങാൻ ഇലോൺ മസ്കിന് ആഗ്രഹമുണ്ടെങ്കിൽ താൻ അനുകൂലമായി എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെയാണിത്. ഞാൻ ടിക്ടോക്കിന്റെ ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തി. ടിക്ടോക്ക് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് പാതി ബിസിനസ് അമേരിക്കയ്ക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു.